പഞ്ചാബിലെ ആദംപൂർ വ്യോമസേനാ താവളത്തിൽ സന്ദർശനം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വ്യോമസേനാ അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയ മോദി സൈനികർക്ക് അഭിവാദ്യം അർപ്പിച്ചു. വിഷ്ണു തലവൂർ ചേരുന്നു. വിഷ്ണു, ഇന്നലെയാണ് പ്രധാനമന്ത്രി ദേശത്തെ അഭിസംബോധന ചെയ്തത്. ഇന്ന് സൈനികരെ നേരിൽ കാണാൻ പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നു. വിശദാംശങ്ങൾ. ഷമി, ഇന്ന് രാവിലെയോട് കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഞ്ചാബിലെ ആദംപൂരിലുള്ള എയർബേസിലേക്ക് എത്തി സൈനികരുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇന്നലെ തന്നെ രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരത്തിൽ സൈനികർക്ക് രാജ്യത്തിൻ്റെ ആദരമടക്കം നൽകിയതാണ്. അതോടൊപ്പം ഇന്ന് ഇത്തരത്തിൽ വ്യോമസേനാ താവളത്തിലേക്ക് ആദംപൂരിലുള്ള വ്യോമസേനാ താവളത്തിലേക്ക് എത്തുകയും സൈനികരുമായിട്ടൊക്കെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പ്രധാനമന്ത്രിയുടെ ഒരു പ്രതികരണം എക്സിൽ പ്രധാനമന്ത്രി ഒരു കുറിപ്പ് ഇട്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ ഇത്തരത്തിൽ ആദംപൂരിലെ വ്യോമസേന താവളത്തിലേക്ക് സന്ദർശനത്തിന് പോയി അവിടെ ധീരരായിട്ടുള്ള വ്യോമ യോദ്ധാക്കളെയും സൈനികരെയും കണ്ടുമുട്ടി എന്നൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി രാജ്യത്തിന് വേണ്ടി എല്ലാ സായുധ സേന മുന്നിൽ നിൽക്കുന്നു. അവരോട് ഇന്ത്യ എക്കാലവും നന്ദിയുള്ളവരായിരിക്കുമെന്ന അടക്കമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു വെടിനിർത്തൽ പ്രഖ്യാപനമൊക്കെ വന്നതിന് പിന്നാലെയാണ് നരേന്ദ്രമോദി ഇത്തരത്തിൽ സൈനിക താവളത്തിലേക്ക് എയർബേസിലേക്ക് ഒരു സന്ദർശനത്തിന് പോകുന്നത്. ഈ പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷത്തിൽ ഇന്ത്യ ഒരു മേൽക്കൈ നേടി നിൽക്കുന്ന സാഹചര്യമൊക്കെയാണ് ഇപ്പോഴുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് സൈനിക താവളത്തിലേക്ക് എയർബേസിലേക്ക് നേരിട്ടെത്തി ഇത്തരത്തിൽ സൈനികരെയൊക്കെ തന്നെ പ്രധാനമന്ത്രി നേരിട്ട് ഒരു അഭിനന്ദനം അറിയിക്കുന്ന സാഹചര്യം കൂടിയുള്ളത്. അപ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ സൈനിക താവളങ്ങളിലേക്കൊക്കെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്താനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ ഇത്തരത്തിലൊരു സന്ദർശനം പഞ്ചാബിലെ ആദംപൂർ എയർബേസിലേക്ക് നടത്തുമ്പോൾ അത് അതീവ രഹസ്യമായി തന്നെയാണ് അത്തരമൊരു സന്ദർശനം നടത്തിയത്. ഈ സന്ദർശനത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഫോട്ടോസൊക്കെ തന്നെ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു വെടിനിർത്തൽ കരാർ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും പ്രശ്നബാധിത മേഖലകൾ തന്നെയാണ്. പ്രത്യേകിച്ച് ജലന്ധറും ഈ ആദംപൂർ മേഖലയൊക്കെ തന്നെ വെടിനിർത്തൽ കരാറുണ്ടെങ്കിലും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഡ്രോണുകളൊക്കെ തന്നെ പല മേഖലകളിലും കണ്ടു എന്ന റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യം കൂടി മുൻനിർത്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ആദംപൂർ എയർബേസ് സന്ദർശനം അതീവ രഹസ്യമായി വെച്ചിരുന്നത്. എന്തായാലും ഇത്തരത്തിൽ സൈനിക താവളത്തിലേക്ക് നേരിട്ടെത്തി അഭിനന്ദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരും ദിവസങ്ങളിൽ കൂടുതൽ സൈനിക താവളങ്ങളിൽ സന്ദർശനം നടത്തിയേക്കും. ഷമി, പഞ്ചാബിലെ ആദംപൂർ സൈനിക താവളത്തിൽ എത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈനികരെ കണ്ടു. വിശദാംശങ്ങൾ നൽകിയത് വിഷ്ണു തലവൂർ.